2021 MBBS സീറ്റാണോ ലക്ഷ്യം? ഉടൻ ജോയിൻ ചെയ്യൂ സൈലം ലേണിംഗ് ആപ്പിന്റെ ക്രാഷ് കോഴ്സിൽ. പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല. സക്കരമാവിന്റെ കൊമ്പത്തിരിക്കണം അമ്പഴം പോലത്തെ മങ്കപ്പെണ്ണ.
കഥ മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇപ്പോൾ ഓരോ ഞായറാഴ്ചയ്ക്കും വേണ്ടി കാത്തിരിക്കുകയാണ് സ്റ്റാർ നൈറ്റിന് വേണ്ടി. പ്രിയ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ എന്ന മെഗാ സൂപ്പർ റിയാലിറ്റി ഷോ, അതിലൂടെ ഏവരുടെയും മനസ്സിൽ കൊടിയേറിയ പ്രിയ കുട്ടിപ്പാട്ടുകാർ, ലോക മലയാളം എന്നും നെഞ്ചിലേറ്റിയ പ്രിയ താരങ്ങൾ, നമ്മളുടെ പ്രിയപ്പെട്ട അതിഥികൾ, കളിച്ചിരികൾ, തമാശകൾ, അരങ്ങുണർത്തിയ കിടിലൻ പ്രകടനങ്ങൾ, അങ്ങനെ എല്ലാം ചേരുമ്പടി ചേർത്ത് വിസ്മയ നക്ഷത്ര രാവിലേക്ക് സൈലം ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. വെൽക്കം ടു സൈലം MBBS മൊബൈൽ എൻട്രൻസ് ആപ്പ് ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റ്. ഇനി ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു വമ്പൻ സർപ്രൈസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും കാണാം. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റിലെ റെഡ് കാർപ്പറ്റിൽ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് മലയാള സിനിമയിൽ ഹാസ്യത്തിന്റെ സാധ്യതകൾ കണ്ടെത്തിയ ഒരു സംവിധായക കൂടി, അതുപോലെ തന്നെ നിരവധി സിനിമകൾ പലവിധ ഭാഷകളിൽ സംവിധാനം ചെയ്തു മലയാളത്തിന്റെ അഭിമാനമായി മാറിയ നമ്മുടെ സ്വന്തം സിദ്ദിഖ് സർ. നമസ്കാരം സർ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റിലേക്ക് സ്വാഗതം. ഇപ്പൊ ഇത്രയും നാൾ നമുക്കൊരു കോമ്പറ്റീഷൻ ഒക്കെ ആയിരുന്നു, ഇപ്പൊ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് സെലിബ്രേഷൻ മോഡാണ്. ഇന്നിവിടെ എത്തുമ്പോൾ സാറിന് എന്താണ് പറയുന്നത്? ഞാനിത് ടി വിയിൽ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, കുട്ടികൾ മകള് വയ്ക്കുമ്പോഴും വൈഫൊക്കെ വയ്ക്കുമ്പോഴും അത്രേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് നേരിട്ട് കാണാമെന്ന് വിചാരിച്ച എന്തായാലും ഒരു നല്ല അനുഭവമായിരിക്കും. കാരണം പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ പാടുന്നവരെ നേരിട്ട് കാണാം, അതും കൊച്ചുകുട്ടികൾ, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, അവരെയൊക്കെ നേരിട്ട് കാണാം, അവരുടെ പാട്ട് കേൾക്കാം. ഇപ്പൊ ഫ്ലവേഴ്സിന്റെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ് സാർ. ഇതിനു മുമ്പ് പല ഷോസിലും സാർ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ തിരിച്ച് നമ്മുടെ ഫാമിലിയിലോട്ട് വരികയാണ്, അതും തന്നെ കുട്ടികളുടെ ഷോയിലോട്ട്. അപ്പൊ സാറിന് എന്താണ് തോന്നുന്നത്? പിന്നെയും ഒരു ഫാമിലിയിലോട്ട് തിരിച്ചു വന്നൊരു പ്രതീതിയാണ്. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ഫ്ലവേഴ്സിൻ്റെ ഒരുപാട് ഷോയ്ക്ക് നാം വന്നിട്ടുണ്ട്. ഇതിനകത്ത് വരുമ്പോൾ പിന്നെ ഇന്നിവിടെ ഇന്നസെൻ്റ് ഏട്ടനുണ്ട്, ശ്രീകുട്ടനുണ്ട്, അഫ്സലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും കൂടി ഒന്ന് കാണാൻ ഈ കോവിഡ് കാലത്ത് ആ കുടുംബത്തിലാ എല്ലാവരെയും. ഇപ്പോൾ സിന്ധു വർഷങ്ങളായിട്ട് പരിചയമുള്ള പ്രൊഡ്യൂസറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ സിന്ധു. അപ്പോൾ ആ ഒരു ഗെറ്റ് ടുഗദറും കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട്. എന്തായാലും സന്തോഷം. Anyway, thank you sir, thank you so much. We enjoy the scenes. That's okay, thank you. ശ്രീകുട്ടാ, നമസ്കാരം. അഫ്സൽ, ഇന്നസെൻ്റാ, നിങ്ങളൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഇൻട്രോഡക്ഷൻ ഉണ്ടായിരുന്നോ? ഇത്രയും സുന്ദരിമാര് ഇങ്ങനെ നിരത്തി നിർത്തിയിട്ട്? ഇല്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. കിട്ടിയിട്ടില്ല? ഇല്ല. ഒരു പടത്തിൽ കണ്ടിട്ടുണ്ട് ഞാൻ. ഏത് പടത്തിലാണ്? ഹിറ്റ്ലറിലെ മാധവിൻകുട്ടി വന്നപ്പോ ഇങ്ങനെ കുറെ പേര് നിൽക്കുന്നുണ്ടായി. അത് 5 പേരല്ലേ ഉള്ളൂ? പെങ്ങന്മാരല്ലേ, സഹോദരിമാര്. സഹോദരി, ഇതും സഹോദരിമാരെ. കുറച്ച് കൂടുതൽ സഹോദരിമാര് നിൽക്കണമെന്ന് വിചാരിച്ചാൽ മതി. സൽമാൻ ഖാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ആയിപ്പോയി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അതല്ല, മാധവൻകുട്ടിയുടെ അച്ഛനല്ലേ ഇവിടെ ഇരിക്കുന്നത്? അതെ, ചട്ടമ്പി പിള്ളേച്ചൻ അല്ലേ? ചട്ടമ്പി പിള്ളേച്ചൻ. അച്ഛന്റെ സ്വഭാവം മോശമായിരുന്നല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാലും എന്റെ ഭാര്യയുടെ കുഴപ്പം എന്തായിരുന്നു? അത് ഞാൻ അവര് വിടാനുള്ള കാരണം വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന്. വേറെ 2 മക്കളുണ്ടായിരുന്നു. വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള പേരില് വൈഫ് വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയതാണ്. അതിലല്ലേ? പക്ഷെ അത് ബ്രദർ ചെയ്യുന്ന ഒരു കുതന്ത്രമാണ്. കറക്റ്റ്. പക്ഷെ ഇപ്പോഴും അത് തന്നെയാണ്. അങ്ങനെയുള്ള തീമുകൾ നിങ്ങൾ എടുക്കരുത് കേട്ടോ. അത് ഈ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവും. വീട്ടുകാർക്കൊക്കെ ഒരു കൺഫ്യൂഷനായിട്ട് മാറട്ടെ. അപ്പൊ എന്തായാലും അച്ഛന് വേണ്ടി മക്കൾ ആ പാട്ടൊന്ന് പാടിക്കൊടു.
അച്ഛന് മനസ്സിലായോ ആരാന്ന്? ഇല്ല. ഇതിവിടുത്തെ കുട്ടികളുടെ അമ്മമാരാണ്. വെറുതെ അല്ല, എല്ലാരും ഇവിടുത്തെ കുട്ടികളുടെ അമ്മമാരാണ്. വെറുതെ അല്ല ഈ കുട്ടികളൊക്കെ അല്ലേ ഇങ്ങനെ കിടന്ന് പാടുന്നതിന്റെ കാരണങ്ങൾ ഇപ്പോഴാണ് മനസ്സിലായത്. അയ്യോ, ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഡാൻസേഴ്സും ഒക്കെ ആയിരിക്കും വിചാരിച്ചു. നന്നായി പാടുന്നുണ്ടായിരുന്നു എല്ലാവരും. ഓക്കെ, 3 പേരും നന്നായി പാടി, എല്ലാവരും ഡാൻസ് ചെയ്തു, എല്ലാവർക്കും ഋതവും ഒക്കെ ഉണ്ട് അല്ലേ. മാത്രമല്ല ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു റിയാലിറ്റി ഷോയില് പാടുന്ന കുട്ടികളുടെ അമ്മമാര് വന്ന് പെർഫോം ചെയ്യുന്നത്. അത് ഒരേ ഡ്രസ്സിൽ നല്ല രസകരമായിട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്ത് ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു റെക്കോർഡാണ്. ആ സ്പിരിറ്റാണ്, ഈ ആ ഒരു സ്പിരിറ്റിനാണ് നമ്മളത് കൈയടിക്കേണ്ടത്. ഏറ്റവും അല്ല, മിണ്ടാതിരിക്കല്ല, ഇതൊരു ഈ പറഞ്ഞത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. ഈ കുട്ടികളിലെയൊക്കെ അമ്മമാരാണെന്ന് പറഞ്ഞു, അവർ വീട്ടിൽ വെച്ചിട്ടാണ് ഈ കുട്ടികൾക്ക് പാട്ടുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇവർ പാടുന്നു. അതിനുശേഷം ആ കുട്ടി നന്നായിട്ട് പാടി കഴിയുമ്പോഴോ നൃത്തം ചെയ്യുമ്പോഴോ ആ കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു, പോകുന്നു. ഇതൊക്കെയാണെങ്കിലും ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രായം കഴിഞ്ഞിട്ടും ഇതൊക്കെ ഉണ്ട്. ഇതിനൊന്നും ഒരു അവസരം കിട്ടില്ല എന്ന് ഒറ്റ പ്രാവശ്യം ഇവിടെ ജീവിക്കാനുള്ള സമയമുള്ളൂ. മനസ്സിലായോ? ഇവരൊക്കെ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറയുന്നത് കുട്ടികളുടെ മാത്രമല്ല, ഇവരുടെ കാര്യത്തിനൊക്കെ അത്യാവശ്യം ഫോൺ ചെയ്യും. ഇവിടെ ഞാനത് തെറ്റിച്ചു, പക്ഷെ എന്നിരുന്നാലും ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവർക്കും കളിച്ചും ചിരിച്ച് ഇതൊക്കെ തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ആശയമുണ്ടാക്കിയ ആൾക്കാരും നിങ്ങൾക്കതിൽ പങ്കെടുക്കാനായിട്ടുള്ള മനസ്സുണ്ടായതിനും, പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ഡയറക്ടർ സിദ്ദിഖ്, മനസ്സിലായിട്ടുണ്ട്. ഞാനും കൂടെ അഭിനയിച്ചതാണ് ഈ സിനിമയിൽ. മാധവൻകുട്ടി മമ്മൂട്ടിയുടെ അച്ഛനായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമാണ് തോന്നിയത്. ഇനിയും ഇതുപോലെ നിങ്ങളിവിടെ വരണം എന്ന് പറഞ്ഞു. അത്ര മാത്രമേ ഉള്ളൂ എനിക്ക്. ഓക്കെ, അപ്പോൾ ഇവരുടെയൊക്കെ സ്വപ്നങ്ങളാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ അടച്ചുപൂട്ടിയ മനസ്സിൽ ഒതുക്കി കൂട്ടിയ, അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചതാണ് മക്കളിലേക്ക് അവർ തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ മക്കളിലൂടെ അവർ കാണുകയാണ് അല്ലേ. അതുപോലെ നിങ്ങളെല്ലാവരും, നിങ്ങളിലും ഒക്കെ കലാകാരികളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം. ഇതുപോലെ ഒരു വേദിയിൽ വന്ന് നിൽക്കാനുള്ള പലരും പിന്നിലേക്കാണ് പോവുക. ഇത്തരം ഒരു അവസരത്തിൽ വരും. അതിന് കാണിച്ചാൽ നിങ്ങളുടെ വലിയ മനസ്സ്, അതൊരു വലിയ കാര്യമാണ്. അതിന് ഒരുപാട് സന്തോഷം. എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം. താങ്ക് യു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റ്ലി നക്ഷത്ര രാവിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മലയാളികളുടെ ഇഷ്ട നായികയായും പിന്നീട് പിന്നണി ഗായികയായും നമ്മുടെ മനസ്സിൽ ഇടം നേടിയ സ്വന്തം രമ്യ ചേച്ചിയാണ്. രമ്യ ചേച്ചി ഇപ്പൊ നമ്മളോട് റെഡ് കാർപ്പറ്റിൽ നമ്മളോട് കൂടെ ചേരുന്നുണ്ട്. ഹായ് ചേച്ചി, നമസ്കാരം. ചേച്ചി ഇന്നിപ്പോ ടോപ്പ് സിംഗറിന്റെ സ്റ്റാർ നൈറ്റിൽ എത്തിയിരിക്കുകയാണ്. ചേച്ചി ടോപ്പ് സിംഗർ കാണാറുണ്ടെന്നൊക്കെ നമുക്കറിയാം. ഇപ്പൊ ഒരു സ്റ്റാർ നൈറ്റിൽ എത്തുമ്പോൾ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? എനിക്ക് ആക്ച്വലി കോമ്പറ്റീഷനിലും വരണമെന്നുണ്ടായിരുന്നു. ബിക്കോസ് കുട്ടികൾ പാടുന്ന നേരിട്ട് കാണാൻ, ഇപ്പോഴും കുട്ടികളുടെ പെർഫോമൻസ് തന്നെ കാണാനാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ടോപ്പ് സിംഗർ നല്ല നല്ല ടാലൻസിനെ വാർത്തെടുക്കുന്ന ഒരു വേദിയാണ്. അങ്ങനെ ഒത്തിരി നല്ല റൈറ്റ് ടാലൻസ്, റൈറ്റ് പ്ലാറ്റ്ഫോം എന്നാണ് എനിക്ക് പറയാനുള്ള ടോപ്പ് സിംഗറിനെ കുറിച്ച്. ചേച്ചി സംഗീതത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ കുറച്ച് ദിവസം അധികം ദിവസമായിട്ടില്ല, ഒരു ദിവസം മുമ്പ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ടീസറൊക്കെ ഇട്ട് ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതിനെ പറ്റി എന്താ പറയാ? ഇല്ല, അതൊരു ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കവർ വേർഷൻ ആയിരിക്കും വിത്ത് വെരി നമ്മുടെ മാസ്ട്രോ വീണ മാസ്ട്രോ രാജേഷ് വൈദ്യ സാറിൻ്റെ കൂടെ. അത് ഞാനും വളരെയധികം ഐ എം ലുക്കിംഗ് ഫോർവേഡ്. അത് റിലീസ് ആകുമ്പോൾ ഐ ഫീൽ ലൈക്ക് നല്ലൊരു റിയാക്ഷൻ തന്നെ. എൻ്റെ ഒരു പ്രിവിലേജ് ആണ്, എൻ്റെ ഒരു ഐ എം ബ്ലെസ്ഡ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ. താങ്ക് യു സോ മച്ച്. വെൽക്കം നമ്മുടെ ടോപ്പ് സിംഗറിന്റെ സ്റ്റാർ. താങ്ക് യു സോ വെരി മച്ച്. ഐ എം ലുക്കിംഗ് ഫോർവേഡ്. അധികം വെച്ച് മനസ്സ് അടക്കി വെക്കലാമാ ഏ മാമാ, ആള മയക്കി പൊട്ട് അഴക ഒളിച്ച് വെക്ക
സൈലം ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റ് ആഘോഷവേദിയിൽ പ്രേക്ഷകരുടെ സ്വന്തം 2 ചേട്ടന്മാരെത്തുകയാണ്. വെൽക്കം ആദിത്യൻ ആൻഡ് സൂര്യനാരായണൻ. क्या हुआ तेरा वादा, वो कसम, वो इरादा, क्या हुआ तेरा वादा, वो कसम, वो इरादा, भूले का दिल जिस दिन तुम्हें, वो दिन जिंदगी पहागरी दिल होगा. क्या हुआ तेरा वादा, वो कसम, वो इरादा. दिल जिस दिन तुम्हें, वो दिन जिंदगी का आखिरी दिन होगा. क्या हुआ तेरा वादा, याद है मुझको तूने कहा था तुमसे नहीं रूठेंगे कभी. दिल ही तरह से आज मिले हैं, कैसे भला छूटेंगे कभी. तेरी बाहों में बीती हर शाम, बेवफा ये भी क्या याद नहीं. क्या हुआ तेरा वादा, वो कसम, वो इरादा, भूले का दिल जिस दिन तुम्हें, वो दिन जिंदगी पर आखिरी दिल होगा. क्या हुआ तेरा वादा, वो कसम, वो इरादा. नशा दौलत का ये सब क्या, कि तुझे कुछ भी याद नहीं. क्या हुआ तेरा वादा, वो कसम, वो इरादा, भूलेगा दिल जिस दिन तुम्हें, वो दिन जिंदगी का आखिरी दिन होगा. क्या हुआ तेरा वादा, वो कसम. ആദിത്യ, സൂര്യ, ആ വിളി കേട്ടിട്ട് ഒരുപാട് നാളായില്ലേ? ഒരുപാട് നാളായി. ചേട്ടനൊരു സംശയം. ചേട്ടനൊന്ന് രണ്ടുപേര് പാടാമോ? നിങ്ങളുടെ മുമ്പിൽ പാടുന്നുണ്ട്. ഇവര് സീസൺ 1-ലെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല ചേട്ടാ. സീസൺ 2-ലെ പിള്ളേരെയാണ് നമുക്ക് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഏത് വരി? ഇതിന്റെ ക്യാ ഹുവാ രണ്ടുപേരും. ക്യാ ഹുവാ
അത്രേ പറ്റുള്ളൂ. അത് ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. മുല്ലപ്പൂ എവിടെയാണെന്ന് പറഞ്ഞാൽ തീർക്കായിട്ടില്ല. ഇതിൽ മുല്ലപ്പൂ ആരാണ് കല്ലാരാണെന്നൊന്ന് ഒന്ന് പറഞ്ഞു കല്ലിതാണ്. മുല്ലപ്പൂ എവിടെ ഉണ്ട്? മുല്ലപ്പൂ ഇത് മുഴുവൻ മുല്ലപ്പൂവാ. കണ്ട ഇരിക്കുന്നുണ്ടല്ലേ പുറയിലും, ഇവരൊക്കെ മുല്ലപ്പൂക്കളാ. കാരണം ഇവരുടെ പാട്ട് കേട്ട് കേട്ട് ഇന്നച്ചനപ്പം ഇവിടെ വന്നിരുന്നുണ്ട് പാടാൻ തുടങ്ങി. കഴിഞ്ഞവണ പാടിയതെന്നറിയോ? പൊൻവയിൽ മണിക്കച്ച. സന്ധ്യയാം ഗോപസ്ത്രീ തൻ മുഖം തൊടുത്തു ചെന്തളി മെയ്യിൽ താര നഗമാമർന്നും രാജീവനയനന്റെ രതി വീണയാകുവാൻ രാധികേ രാധികേ ഇനിയും നീ ഒരുങ്ങിയില്ലേ പൊൻവേയിൽ മണിക്കച്ച അഴിഞ്ഞു വീണു സ്വർണ്ണ പീതാംബരമുലഞ്ഞു വീണു. ആഹാ, ഇതെന്താ ഇത്? പണ്ടൊക്കെ നമ്മൾ നിർബന്ധിക്കണമായിരുന്നു. കാരണം എന്നുവെച്ചാൽ ഒരു പാട്ട് പാടും. പാടിയിട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പാടാണ്ടിരുന്നത്. അല്ല, ഇതുവരെ സെറ്റിൽ പാടിയിട്ടുണ്ടോ ഇങ്ങനെ? എത്രയോ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പടത്തിലെ പാട്ടുപാടി അഭിനയിച്ചിട്ടുണ്ടെന്നല്ലാതെ സെറ്റിലിരിക്കുമ്പോ തമാശയല്ലേ പറയാ. തമാശ അല്ലാതെ മാറിയതുണ്ടോ? ആള് മാറിപ്പോയി. ഇപ്പൊ പാട്ടുകാരുടെ കൂടി പാട്ടുകാരനായി. അതാണ് മുല്ലപ്പൂവും പടി ഏറ്റ് കിടക്കും കരിങ്കല്ലിനും ഉണ്ടൊരു സൗന്ദര്യം. വെറും കല്ലല്ല. രമ്യ, ഇത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? ആലോചിച്ച് നോക്ക്. നമ്മൾ ഇത്രയും ഷോയ്ക്ക് പോയിട്ടുണ്ടല്ലേ? എത്രയോ ഷോയ്ക്ക് ഇന്നസെന്റ് ആയിട്ടുമായിട്ട് പോയിട്ടുണ്ട്. എന്തെങ്കിലും ഓലയാൽ മേഞ്ഞൊരു കൊമ്പ് ഗൃഹത്തിന്റെ കോലായിലല്ലാതെ വേറെ ഏതെങ്കിലും പാട്ട് പാടിയിട്ടുണ്ടോ? ഇതുപോലത്തെ ഒരു ക്ലാസിക് പാട്ട് പാടിയിട്ടുണ്ടോ? അതാണ് മുല്ലപ്പൂമ്പടി ഏറ്റുകൊടുക്കും. ഈ മുല്ലപ്പൂമ്പടി വേണ്ടിരിക്കുന്നു. അതാണ് ആ ഒരു സംഗീത സാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ വന്നപ്പോൾ. അതെ, വല്ലതും തോന്നുന്നുണ്ടോ പാടാന്? എനിക്കാ ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. ഇതെല്ലാം ഇന്നച്ചൻ കാരണമാണ്. ഞാൻ ഈ പാട്ട് പാടണമെന്ന് പോലും വിചാരിച്ചല്ല, പക്ഷെ ആ ഇൻസ്പിറേഷൻ അല്ല, ഇവനെ ഒന്ന് തകർക്കണം. മനസ്സിലായി? അത് എനിക്ക് മനസ്സിലായി, സിദ്ദിഖിനും മനസ്സിലായി. ഇങ്ങനെയല്ലടോ മാപ്പിളയെ പാടുക എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പൂട്ടോടുന്ന് എഴുന്നേറ്റ് പോയി. ഞാൻ ഇനി ഞാൻ പാടി കഴിഞ്ഞാൽ വേറെ ആളെ കൊണ്ട് പഠിപ്പിക്കില്ല. ചേട്ടന് പ്രമദവനം ഗംഗയൊക്കെ പാടാതിരിക്കുകയാണ്. ഗംഗ പാടിയല്ലോ. അല്ല, ഭേദം ഗംഗയിൽ പോയി കുളിക്കല്ലേ. അപ്പൊ നിങ്ങൾ ആരും പോരുത്, ഗംഗയെ വരുന്നുണ്ട് കേട്ടോ. അതെ, ആദിത്യൻ, സൂര്യ, ലാസ്റ്റ് സീസണിലെ താരങ്ങളാണ് നിങ്ങൾ അല്ലേ? ഓക്കെ, നന്നായി പാടി, നല്ല രസമുണ്ടായിരുന്നു. കൺഗ്രാറ്റ്സ്. എന്തുകൊണ്ട് മോനെ വിശേഷങ്ങൾ പറയൂ. പ്രത്യേകിച്ചൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. പാട്ടൊക്കെ പഠിക്കുന്നുണ്ട്. പഠിത്തം എല്ലാം നന്നായിട്ട് പോകുന്നു. ഇടയ്ക്ക് ഇവിടെ വന്നായിരുന്നല്ലേ? ഒരു കാര്യം ഇപ്പോഴും മിച്ചം കിടക്കുക. നീ എനിക്ക് നീണ്ടകരയെന്ന് ഫിഷ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് തരാം. അന്ന് പറഞ്ഞപ്പോഴേ കൊണ്ട് തന്നായിരുന്നു. എപ്പോഴും അവിടെ കൊണ്ട് വെച്ചിട്ട് പോയി ആ മീനൂട്ടി മുഴുവൻ എടുത്ത് കഴിച്ചു. ഞാൻ എപ്പോഴാ മീൻകറി എടുത്തേ? വേറൊരു ദിവസം ഇവിടെ ഒരു കണ്ടസ്റ്റന്റ്, ഒരു കുട്ടി 12 കരിമീൻ കൊണ്ടുവന്നു. അയ്യോ, അത് മൊത്തം ഞാൻ തിന്നോ? ഏത് കുട്ടിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. 12 കരിമീൻ കൊണ്ടുവന്നിട്ട് മോനെ ഞാൻ കൊടുത്തേ കഴിഞ്ഞതാ, എന്നെ വിശ്വസിക്ക് എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് റൂമിൽ കൊണ്ടുവച്ചു. എന്നിട്ട് കാലത്ത് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ 3. പിന്നെ ഉച്ചയ്ക്ക് ബ്രേക്കിന് 3. രാത്രി പോകുന്ന വഴി ഇങ്ങനെ പിച്ചി തിന്നോണ്ട് 3. പക്ഷെ അതിന്റെ ഒരു തിളക്കം കാണാണ്ട്. പിന്നെ പേര് മീനൂട്ടി എന്നാണല്ലേ? അത്ഭുതമില്ല. ഐശ്വര്യ കിട്ടിയല്ലോ, നന്നായി.
ഇനി ഒരു മനോഹരമായ പെർഫോമൻസ് ആണ് ഇനിയുള്ളത്. വരാൻ പോകുന്നത് നമ്മുടെ ആവണിക്കുട്ടി, ദിയക്കുട്ടി ആൻഡ് സെവക്കുട്ടി. വെൽക്കം. ചിരി ഇതിന്റെ ഇടയിൽ വരേണ്ടതാ. ശരിക്കും ചിരി എന്റെ ഇടയ്ക്ക് വരണം, ലാസ്റ്റിൽ വരണം. അതാണ് ഞാൻ ആ ചിരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ 3 പേരുടെയും വോയിസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പാട്ടാണിത്. ശരിക്കും അത് 3 പേരുടെ പാടുമ്പോൾ വോയിസ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സിങ്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 3 പേരും ഭയങ്കര രസമായിട്ട് നിങ്ങളുടെ വോയിസിന് വളരെ ചേർന്ന ഒരു പാട്ടാണ്. അടിപൊളിയായിട്ട് പാടി, നല്ല രസം. ആൻഡ് ഭയങ്കര പോപ്പുലർ സോങ്. കണ്ണടച്ച് നമ്മൾ മലയാളികൾ ഈ പാട്ട് പാടും.
ലൈക്ക് തുമ്പീവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് പാടും, ലാല ആ കോറസും എല്ലാവരും ഒരുമിച്ച് പാടുന്നൊരു പാട്ടാണ്. അപ്പോൾ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് പാടി ആൻഡ് നിങ്ങൾ 3 പേരും സുന്ദരി കുട്ടികളായിട്ടുണ്ട് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഈ സിനിമ ഇതിൻ്റെ പേരറിയോ നിങ്ങൾക്ക്? അമുൽ പലേക്കർ, പൂർണിമ ജയറാം, അംബിക, അടൂർ ബാസിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഈ പാട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. ഇപ്പോഴും കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. മാത്രമല്ല നിങ്ങൾ പാടിയപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ, പാടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? ഇത്രയും പോകുന്ന ചെറിയ കുട്ടികൾ ഇത്രയും മനോഹരമായ ഒരു പാട്ട് അതിൻ്റെ വൃത്തിയിൽ പാടിക്കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി എൻ്റെ പൊന്നു മക്കളെ. കേട്ടാ, അസലായിട്ടുണ്ട്. ഓക്കെ. സഭ സീസൺ 1 വന്നോ അതോ 2 വന്നോ? ഓഡിഷൻ 2 വന്നല്ലേ? അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ലല്ലേ? എന്നാൽ ഇവിടെ വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായല്ലോ. അതെന്തുകൊണ്ടാണെന്നറിയോ? അറിയില്ല. അതാണ് മനസ്സിന്റെ ആഗ്രഹം. ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു മനസ്സിന് അത്രേ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എത്തിപ്പെടും, ഇന്നല്ലെങ്കിൽ നാളെ എത്തിപ്പെടും. അതുകൊണ്ടാണ് മോൾ ഇവിടെ വന്ന് തുമ്പിയോ എന്നുള്ള പാട്ട് അസലായിട്ട് പാടി. നിങ്ങൾ 3 പേരും നന്നായിട്ട് പാടി. ഇവർ 2 പേര് സീസൺ 1 ഒന്ന് ദിയയും ഒന്ന് ആവണി. ഇവർ 2 പേരും സീസൺ 1 പൊളിച്ച ആൾക്കാരാണ്, അടിച്ചു പൊളിച്ചാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. സൈലം ടോപ്പ് സിംഗർ സ്റ്റാർ നൈറ്റിലേക്ക് മണിയൻ എത്തുകയാണ് ഒരു കിഡിലൻ പെർഫോമൻസുമായിട്ട്. വെൽക്കം ശ്രീഹരി. കണ്ടോ നാട്ടാരെ, കണ്ടോ എൻ നാട്ടാരെ, ഉണ്ണിടമ്മയെ കണ്ടോരുണ്ടോ? കാലമതിക്കാലെ കൂരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോൾ കണ്ടില്ലോളെ. കഞ്ഞി കുടിക്കാണ്ട് പഴങ്കഞ്ഞി കുടിക്കാണ്ട് കാലം പുലർക്കാലെ പോയതാണേ. മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി നേരം പുലർക്കാലെ പോയതാണേ. ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, ഉണ്ണിടമ്മ ഇതെങ്ങോ പോയി. ഉമ്മ കൊടുക്കാണ്ട് അമ്മിഞ്ഞ കൊടുക്കാണ്ട് എൻ്റെ പൂങ്കാവിതെങ്ങോ പോയി. കർക്കിടകപ്പെയ്ത്തിൽ പെരുവെള്ളമൊഴുകിപ്പോ ഉണ്ണിടമ്മ ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, എൻ്റെ പൂങ്കാവിതെങ്ങോ പോയി. ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, എൻ്റെ പൂങ്കാവിതെങ്ങോ പോയി. എൻ്റെ പൂങ്കാവിതെങ്ങോ പോയി. എൻ്റെ പൂങ്കാവിതെങ്ങോ പോയി. അതാരാന്ന് മനസ്സിലായോ ആ ഡാൻസ് ചെയ്ത്? നമ്മുടെ ശ്രീഹരിയാണ്. മണിയെന്ന് വിളിക്കില്ലേ, നമ്മുടെ കലാഭവൻ മണിയുടെ കുഞ്ഞ്. അപ്പൊ ഈ പണിയുണ്ടോ? അപ്പൊ ഇനി പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ ഇങ്ങനത്തെ പണിയും ചെയ്യേണ്ടി വരുമോ? തീർച്ചയായിട്ടും. ഞാൻ പെട്ടെന്ന് മനസ്സിലെനിക്ക് ഭയങ്കര വിഷമായിരുന്നത് കണ്ടപ്പോൾ. വേറെ ഒന്നല്ല, പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ അപ്പന് ഇങ്ങനത്തെ ഡാൻസ് അറിയാത്തത് ഭാഗ്യമായി. അറിഞ്ഞെങ്കിൽ കാരണം ഞങ്ങളുടെ വീട്ടിൽ 5-8 മക്കളാണ്. ഈ ജാതി എന്നെ അങ്ങടും ഇങ്ങടും തട്ടി 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 താഴ്ത്തിട്ട് എന്നെ കൊല്ലും, മനസ്സിലായില്ലേ? അപ്പൊ ഇതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കാം. സിദ്ദിഖ് ജി, ഇത് ഞങ്ങളുടെ ഇതിനകത്തെ ടോപ്പ് സിംഗറിലെ ഒരു ലീഡിങ് ആർട്ടിസ്റ്റാണ്.
പിന്നെ ആദ്യം വന്നത് കലാഭവൻ മണിയുടെ പാട്ടുമായിട്ടാണ്. ഇപ്പം എല്ലാ ജോണറും പാടും. അത്രയ്ക്കൊരു മിടുക്കനാണ് ഇവൻ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കോറിയോഗ്രാഫി. സൂപ്പറായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. കാരണം അവനെ എടുത്ത് 3 പ്രാവശ്യം കറക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നി, ആർക്കെങ്കിലും കയ്യിൽ നനവുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ആ സ്റ്റാർ നൈറ്റിൽ പോയിരിക്കും. നന്നായിരുന്നു അവനെ. മലയാളം എന്നും കേൾക്കാൻ കൊതിച്ച മധുരനാഥ് നമ്മുടെ MG അങ്കിളുടെ ഒരു മനോഹര ഗാനം നമ്മൾക്ക് കേൾക്കാം. ശരറാന്തൽ പൊന്നും പൂവും. ആ വരി മാത്രം ഒന്ന് കേൾക്കട്ടെ. ശരറാന്തൽ പൊന്നും പൂവും വാരി തൂവി. വാരി തൂവിക്കോളൂ. ഒരു രാവിൽ വന്നോ നീയൻ. ഒരു രാവിൽ വന്നോ നീയൻ. അതിന്റെ ആ സംഗതി എന്ന് പറഞ്ഞ സാധനം എവിടെ പോയേ? ശരറാന്തൽ അവിടാണോ? അല്ല, പോരട്ടെ നോക്കട്ടെ. ഒരു രാവിൽ അല്ല, വന്നോ
നീ എൻ കറക്റ്റ്. വന്നു വന്നു നീ അങ്ങനെ പോണത്. കുറെ നാളായി ഞാൻ ഒന്ന് കളിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടിരിക്കണത്. മനസ്സിലായി? ആ പാവം കുട്ടികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ചങ്ക് പൊട്ടിയിട്ട് പാടുക. അപ്പോൾ അവിടെ നിന്ന് നോക്കട്ടെ, ഇവിടെ നിന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ 2-3-4 പേരുണ്ട് ഇവര്. എന്നിട്ട് അവരെൻ്റെ അടുത്ത് ഇന്ന് ഉച്ചയ്ക്ക് വന്ന് പറയാണ്, അങ്ങളെ ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തണം എന്നാണ്. അതിന് വേണ്ടി ഞാൻ പറഞ്ഞത്. പക്ഷെ അതിന് പെനാൽറ്റി ആയിട്ട് ഒരു പാട്ട് പാടി. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപ ഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകപുരി എവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളും എവിടെ ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലെന്നാത്മ പ്രണാമം പ്രേമസ്വരൂപനാം സ്നേഹസതീർത്ഥ്യൻ്റെ കാൽക്കലൻ കണ്ണീർ പ്രണാമം. തല ഒലിച്ചിരിക്കുന്നു. സത്യം. ചേട്ടൻ്റെ ലൈഫിലെ ഒരു വലിയ ഒരു നിമിഷമാണിത്. ആണ്. ഇതുവരെ പാടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ പാട്ട് ഇതുവരെ പാടിയിട്ടുണ്ടോ? പാടിയിട്ടുണ്ട്. എവിടെ? നമ്മുടെ അമ്മ ഷാക്കി. എന്നാൽ ചേട്ടൻ്റെ ജീവിതത്തിലെ ഒരു വലിയ മുഹൂർത്തമാണിത്. ഈ ടോപ്പ് സിംഗറിൽ ഇത്രയും സംഗീതത്തിൻ്റെ വേദിയിൽ വന്ന് ഈ പാട്ട് മനോഹരമായിട്ട് പാടിയത്. എന്തായാലും നിങ്ങളിൽ നിന്നും ആ നല്ല വാക്കുകൾ കേട്ടപ്പോൾ അല്ലേ, എത്രയോ പ്രാവശ്യം നാഷണൽ അവാർഡ് കിട്ടിയ ആളാണ്. അയാളാണ് പറയണേ, അത് തന്നെ മതി, പോരെ? ഓ, ഞാൻ സന്തോഷിക്കണം. ആത്മപ്രണാമം, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഓക്കെ ഓക്കെ ഓക്കെ. കുറച്ച് മുൻപ് നമ്മുടെ RGCയിലെ വിനു ഇവിടെ വന്നിരുന്നു. വിനു എന്നെ കണ്ടപ്പോൾ വന്ന് സംസാരിക്കായിരുന്നു. അപ്പോൾ ഇന്നസെന്റ് ഏട്ടനെ അറിയേണ്ടത് ഈ പൂത്തിരി ഉണ്ടല്ലോ, ഇതിന്റെ കോസ്റ്റ്, അതിനകത്ത് ഇടുന്ന പൊടി, ഇതിനൊക്കെ എന്ത് വില വരും എന്നാണ്. ഞാൻ വിചാരിച്ചു തീപ്പെട്ടി കമ്പനി. ഞാനേ ഞങ്ങള് വീട്ടിലേക്ക് ആലീസും ഞാനും ഒക്കെ വരുമ്പോ ഓരോ പൂക്കുറ്റി കത്തിച്ചോട്ടെ, അയൽക്കാരെ കാണുമ്പോൾ അതൊരു അന്തസ്സല്ലേ. ആരും ഇതുവരെ കേരളത്തിൽ ചെയ്തിട്ടില്ല. മനസ്സിലായി? അത് ശരിയാണ്. ഓരോരുത്തർ വീട്ടിൽ വരുമ്പോഴേ അടുത്ത ഓരോരുത്തരൊന്നുമില്ല, ഞാനും എൻ്റെ ഭാര്യയും വേറെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത് കത്തിക്കില്ല. അപ്പൊ വരുമ്പോഴത്തേക്ക് നാട്ടുകാർ ബാക്കി എല്ലാരും പൂക്കുറ്റി അടിക്കണം. അല്ല, ആ പൂക്കുറ്റിയുടെ അടിയിൽ പോയി നിൽക്കരുത്, തൊട്ടുമുകളിൽ പോയി നിൽക്കരുതെന്ന് മാത്രമേ. ഞാൻ അന്വേഷിച്ച അതിൻ്റെ വില, അതിൻ്റെ കാര്യങ്ങൾ അല്ല, നമ്മളിത് കാണുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഒരു പുതിയ സംഭവങ്ങളാണ്. ഇപ്പോഴും നമ്മുടെ ഈ ഷോ കാണുന്ന ആളുകൾക്കൊന്നും അറിയില്ല ഇതൊക്കെ വെടിമരുന്നിട്ടിട്ട് കത്തിക്കുന്ന വിചാരം. അല്ല, ഞാൻ പറയാണ്, കുറേ ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പം അതൊന്ന് തെളിയിച്ച് കൊടുത്തു എന്ന് മാത്രം. ഒരു പൗഡർ അത്രേ, ആ പൗഡർ ഇതിൻ്റെ അകത്ത് ഇടുന്നു അല്ലേ, അതാണ് നമുക്കിവിടെ അതിൻ്റെ ഒരു സ്മെല്ലോ ഒന്നും തന്നെ ഇല്ല. അല്ലെ എങ്ങനെ ഇരുന്ന് പാടാൻ പറ്റും, എങ്ങനെ ഡാൻസ് ചെയ്യാൻ പറ്റും, വെറുതെ ചോദിച്ചു എന്ന് മാത്രം. ഓക്കെ, എല്ലാം അഡ്വാൻസ്ഡ് ആയി പോയി ചേട്ടാ. നമ്മളൊക്കെയാണ് പഴയ ആൾക്കാർ. അപ്പോൾ പാട്ടിൻ്റെ ആഘോഷവേദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ഒരു സ്കിറ്റായാലോ? അത് പ്രത്യേകിച്ച് സിദ്ദിഖിന് വേണ്ടി ഒരു സൂപ്പർ സ്കിറ്റ്. ആ വണ്ടി പോട്ട്. ജോർജ് കുട്ടി ജോർജ് കുട്ടി സത്യം പറയാൻ. അമ്മച്ചി, ഞാൻ നാളെ അമേരിക്കയ്ക്ക് പോവുകയാണ്. സത്യന്റെ ശബ്ദം പറയാനല്ല, സത്യം പറയാൻ. ടോപ്പ് സിംഗറിന് നീ അടിച്ചു മാറ്റിയ ഗോൾഡൻ ക്രൗൺ എവിടെയാടാ വെച്ചേ? എന്റെ അജി സാറേ. അജി അല്ല, ഐജി. ഐജി സാറേ, എനിക്ക് ഓഗസ്റ്റ് 2-ാം തീയതി നീയൊക്കെ എവിടെ പോയിരിക്കായിരുന്നതാ? എന്റെ സാറേ, അത് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഓഗസ്റ്റ് 2-ാം തീയതി ഞങ്ങൾ ധ്യാനത്തിന് പോയേക്കണായിരുന്നു. നീയൊക്കെ എവിടെ പോയാലും കൊള്ളാം, ഒളിപ്പിച്ചിരിക്കുന്നത് എത്ര വലിയ സാധനമാണെന്ന് നിനക്കറിയോ? സാറേ, അതിന് ഞാനത് കണ്ടിട്ടില്ല സാറേ. മനുഷ്യനെ പൊട്ടിയാക്കുന്നോ? അയ്യോ സാറേ, ഇതിന് നിങ്ങൾ അനുഭവിക്കും. നിന്നെ തല്ലാൻ എന്ത് സംഭവിക്കാനാടാ? കൂടുതൽ വിളച്ചിൽ കാണിച്ചാലേ ഇനിയും തല്ലും. എടാ, നീ ഗോൾഡൻ ക്രൗൺ അടിച്ചോണ്ട് പോയത് ടോപ്പ് സിംഗറിൽ ആകെ പ്രശ്ന. ഗോൾഡൻ ക്രൗൺ ഉണ്ടെന്ന് പറയുന്നേ ചെയ്യുന്നുള്ളൂ, കൊടുക്കാൻ പറ്റുന്നില്ല.
ഇത്രയും കാലം ഇല്ല ഞാൻ അന്വേഷണം എന്തിനാ ഇപ്പൊ നടത്തണത്? കഴിഞ്ഞ എപ്പിസോഡില് ഗോൾഡൻ ക്രൗൺ അടിച്ചതേ എന്റെ മകൻ വരുണിനാ. അത് കണ്ടുപിടിച്ചു കൊടുത്താൽ ഞങ്ങൾക്കും ക്രൗൺ കിട്ടും. സാറേ അതിന് ഞാനത് മോട്ടിച്ചില്ല. എടാ നിന്നോട് ഞാൻ രാവിലെ ചോദിച്ചപ്പോ നീ എടുത്തുന്നാണല്ലോ പറഞ്ഞേ. ഞാൻ പറഞ്ഞ ഓ നീയല്ല, നിന്റെ ഭാര്യയും മക്കളും പറഞ്ഞു. പോലീസ് മറിച്ചും തിരിച്ചും ചോദിച്ചാലോ ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ടും സാർ ഒരു പെട്ടി ചോക്ലേറ്റ് കാണിച്ചപ്പോ ആ മെനക്കെട്ട പിള്ളേരെല്ലാം വിളിച്ചങ്ങ് പറഞ്ഞു. വേറെ എന്തൊക്കെയാ അവര് പറഞ്ഞേ? അപ്പൊ നിനക്കൊന്നും ഓർമ്മയില്ലേ? സാറിന്റെ ആദ്യത്തെ അടിയിൽ തന്നെ എന്റെ ബോധം പോയില്ലേ, പിന്നെ ഞാനെന്തറിയാനാ. പക്ഷേ എന്നെ തല്ലിയതിന് നിങ്ങൾ അനുഭവിക്കും. ഇത്രയൊക്കെ ഒപ്പിച്ചിട്ട് നിന്നെ തല്ലാതെ ഞാൻ എന്തായാലും ഉമ്മ വയ്ക്കണോ? സാറേ ഒരു അപേക്ഷയുണ്ട്. എന്താണ്? സാർ എനിക്ക് ഉമ്മ തരുന്ന കാര്യം എന്റെ ഭാര്യ റാണി ഒരു കാരണവശാലും അറിയരുത്. അറിഞ്ഞാൽ ഈ പ്ലാൻ നടക്കൂല. കൂടുതൽ ആള് കളിക്കാണ്ടേ ആ ക്രൗൺ എവിടെയാണെന്ന് പറഞ്ഞോ, ഇല്ലേ നിന്നെ ഞാൻ സ്വർണ്ണക്കടത്ത് കേസിൽ അകത്താക്കും. അയ്യോ സാറേ അങ്ങനത്തെ കടുകയൊന്നും ചെയ്യല്ലേ. ഞാൻ സത്യം പറയാ, നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറൊരാളെ അറിയാൻ പാടില്ല. ഗോൾഡൻ ക്രൗൺ എടുത്തത് ഞാനാ, പക്ഷെ അതൊരു സ്ഥലത്ത് കുഴിച്ചിട്ടേക്കുക. എടാ പൊട്ട, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അതെങ്ങനെ അറിയാം? ദൃശ്യം 1 എല്ലാരും കണ്ടതാ. നിന്റെ വീട്ടുകാരെല്ലാരും പറഞ്ഞു. അതുകൊണ്ടല്ലേ നിന്റെ വീട്ടുപറമ്പിലെ കുഴിയെടുത്ത് നോക്കിയത്. ഒടുവിൽ എല്ലാരും പറഞ്ഞു എനിക്ക് വട്ടാണെന്ന്. എടാ നീ മോഷ്ടിച്ച ഗോൾഡൻ ക്രൗൺ ടോപ്പ് സിംഗർ ഷൂട്ട് നടക്കുന്നിടത്ത് കുഴിച്ചിട്ടെന്ന് നീയല്ലേ പറഞ്ഞത്? ആ സംഗതി സത്യ, പക്ഷെ അതവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. മര്യാദക്ക് സ്ഥലം കാണിച്ചെന്നോ? എന്റെ സാറേ ആ ഗോൾഡൻ ക്രൗൺ കുഴിച്ചിട്ടതിന്റെ മേളിലെ കുറെ ആൾക്കാർ കയറി ഇരിപ്പുണ്ട്. അവര് പോയി കഴിഞ്ഞെടുത്ത് തരാം. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഇപ്പൊ തന്നെ കാണിച്ചു തരണം. ആ എന്നാ വാ. എവിടെയാ കുഴിച്ചിട്ടിരിക്കുന്നേ? എവിടെയാ? അല്ല ഞാനിത് കുഴിച്ചിട്ടാണല്ലോ, പിന്നെ ഇതാരാ കുഴിമാന്തി പുറത്തെടുത്ത് വെച്ചേക്കണത്? മനസ്സിലായി, ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ കൊണ്ടുപോകാനുള്ള പരിപാടിയായിരുന്നല്ലേ. ചമ്മിപ്പോയി. സാറേ ഇപ്പൊ ഇവരെയും കൂടെ കേസിൽ പെടുത്തണേ. ആ വാ നോക്കട്ടെ എന്തേലും മാർഗം ഉണ്ടോന്ന്. വായിൽ നോക്കിയാൽ എന്തു മാർഗം കിട്ടാനാ? ആരായി ഗീതാ പ്രഭാകർ? അത് ഞാനാ. എന്താ കാര്യം? കാര്യം പറഞ്ഞാൽ അറിയത്തുള്ളൂ. നിങ്ങൾ കാര്യം എന്താ വെച്ചാ പറഞ്ഞ മിസ്റ്റർ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തല്ലിയതേ ജോർജ് കുട്ടിയല്ല, പിന്നെ ഞങ്ങളുടെ ജീവന്റെ ജീവനായ ഏട്ടനെയാ. അത് ഞങ്ങള് സഹിക്കത്തില്ല. അതിന് നിങ്ങളാരാ? ഞങ്ങളോ ഓൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ ആൾക്കാരാ. സിനിമയിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ഏട്ടന്റെ നേരെ ആരെങ്കിലും തിരിഞ്ഞാ പിന്നെ ഞങ്ങള് വെച്ചേക്കത്തില്ല. കാരണമേ ആ മനുഷ്യൻ ഞങ്ങളുടെ അഹങ്കാരമാ, അഭിമാനമാ, ഞങ്ങളുടെ നെഞ്ചിനകത്ത് ജീവിക്കുന്ന ദൈവമാ. നിങ്ങളിപ്പോ ഈ പാട്ടുകാർ മാത്രമല്ല, പാട്ടും പാടി അഭിനയിക്കുന്നവരും കൂടിയാണ് അല്ലേ? ഭയങ്കര ടാലന്റഡ് ഉള്ളവരാണ് എല്ലാവരും. നല്ല അഭിനേതാക്കളാണ്. പെർഫെക്റ്റ് ലിപ്സിങ്കും എക്സ്പ്രഷനും അടിയൊക്കെ എന്തൊരു ടൈമിങ്ങിലാണ് ചെയ്തത്. പെർഫെക്റ്റ് ടൈമിങ്. എന്തായാലും ഗംഭീരമായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്. ഇത് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. വളരെ രസമായി. ഞങ്ങൾ വെറുതെ കൈയടിച്ചതല്ല, മനസ്സിലായോ? ആ മുണ്ട് വളച്ചൂത്തും എല്ലാവരും എന്താ ഇങ്ങനെ ഈ കോഴിക്ക് ഏറുകൊണ്ട് പോലെ വരണേ. ലാല് കണ്ടാൽ നിങ്ങളെ കൊല്ലൂട്ടോ. എന്തായാലും നല്ല ജീവനുണ്ടായിരുന്നു, മനസ്സിലായോ? കാര്യം കൊച്ചു കാര്യമാണെങ്കിലും അത് വളരെ ഭംഗിയായിട്ട് അല്ലേ, നല്ല രസമുണ്ട് കേട്ടാ. കാണുന്നവരും കേൾക്കണവർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഓക്കെ ലക്ഷ്മണക്കുട്ടി ഈ ഒരു വേഷത്തിൽ കണ്ടപ്പോൾ അത്ഭുതമായി. എന്തായാലും വൈഷ്ണവി നല്ലൊരു പാട്ടുകാരത്തിയാണ്. അതിലുപരി ഇപ്പോൾ അഭിനയം കൂടി നന്നായിട്ട് തെളിയിച്ചു. ബാക്കി എല്ലാവരും അടിപൊളിയായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു. കറക്റ്റായിട്ട് സിദ്ധിക്കണം പറഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ അവർ പറയുമ്പോൾ അതിനൊരു നല്ലൊരു വാല്യൂ ഉണ്ട്. അതേപോലെ ഇന്നസെൻ്റ് ഏട്ടനും പറഞ്ഞു കറക്റ്റായിട്ട്. എന്തായാലും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു ശരിക്കും. താങ്ക് യു സർ. വൈഷ്ണവി, എന്തോ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത്ര പെർഫെക്റ്റ് സിംഗായിട്ട് പറയുന്നു. ഞാൻ വിചാരിച്ചു പോവും, കൈവിട്ട് പോകും എന്ന് വിചാരിച്ചു. പക്ഷെ അവരോടൊപ്പം തന്നെ ദേവി കന്യാകുമാരി നിന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ട്. താങ്ക് യു സർ. നന്നായിരുന്നു കേട്ടോ, എല്ലാവരും നന്നായിരുന്നു കേട്ടോ. താങ്ക് യു.